നവംബർ 4 മുതൽ 7 വരെ നടന്ന കാട്ടാക്കട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പളുമായ RS റോയിയുടെ അധ്യക്ഷതയിൽ നെയ്യാറ്റിൻകര രൂപത ലാറ്റിൻ കത്തോലിക് സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ജോണി കെ ലോറൻസ് നിർവഹിച്ചു. LP ജനറൽ വിഭാഗത്തിൽ വിൻസെന്റ് മരിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 1ാം സ്ഥാനവും UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിയോഡെയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പേയാട് സെന്റ് സേവിയർ സ്കൂൾ 1ാം സ്ഥാനവും നേടി. ബ്ലോക്ക് മെമ്പർ ബിജുദാസ്, പബ്ലിസിറ്റി കൺവീനർ ഷംനാദ് AS എന്നിവർ ആശംസകളും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷാബു നന്ദിയും രേഖപ്പെടുത്തി. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. 2025 കാട്ടാക്കട ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 4 മുതൽ 7 വരെ തീയതികളിൽ പേയാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ വെച്ച് നടക്കുകയായിരുന്നു. ഇന്നേ ദിവസം മത്സരങ്ങളെല്ലാം സമാപിച്ച് സമാപന സമ്മേളനവും സമ്മാനദാനത്തോടുകൂടി പ്രോഗ്രാമിൻ്റെ തിരശീല വീഴുകയാണ്. LP വിഭാഗത്തിൽ 63 പോയിന്റോടുകൂടി സെന്റ് മാത്യൂസ് LPS കുച്ചപ്പുറം 1ാം സ്ഥാനവും വിൻസെന്റ് മരിയ 59 പോയിന്റോടുകൂടി 2ാം സ്ഥാനവും നേടുകയുണ്ടായി. UP വിഭാഗത്തിൽ LP അറബിക് വിഭാഗത്തിൽ സെന്റ് ത്രേസ്യ UPS കൊണ്ണിയൂർ, ഗവൺമെന്റ് LPS കുളത്തുമ്മൽ, ഗവൺമെന്റ് UPS പൂവച്ചൽ എന്നീ സ്കൂളുകൾ 45 പോയിന്റോടുകൂടി 1ാം സ്ഥാനം പങ്കിട്ടു. കീഴക്കോണം LPS മഞ്ചാടി 43 പോയിന്റോടുകൂടി 2ാം സ്ഥാനത്തിന് അർഹമായി. UP ജനറൽ വിഭാഗത്തിൽ നിയോഡെയിൽ സെക്കൻഡറി സ്കൂൾ കിള്ളി 76 പോയിന്റോടുകൂടി 1ാം സ്ഥാനവും ഗവൺമെന്റ് HSS ഫോർ ഗേൾസ് മലയങ്കേഴ് 70 പോയിന്റോടുകൂടി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. UP അറബിക് വിഭാഗത്തിൽ ഗവൺമെന്റ് UPS പൂവച്ചൽ, സെന്റ് തെരേസ UPS കൊണ്ണിയൂർ എന്നീ സ്കൂളുകൾ 65 പോയിന്റോടുകൂടി 1ാം സ്ഥാനം പങ്കിട്ടു. PR വില്യം ഹയർ സെക്കൻഡറി സ്കൂൾ കാട്ടാക്കട 57 പോയിന്റോടുകൂടി 2ാം സ്ഥാനത്തിന് അർഹരായി. UP സംസ്കൃതത്തിൽ 91 പോയിന്റോടുകൂടി DVM NNM HSS മാറനല്ലൂർ 1ാം സ്ഥാനവും 84 പോയിന്റോടുകൂടി ഗവൺമെന്റ് UPS വിളപ്പിൽശാല 2ാം സ്ഥാനവും നേടുകയുണ്ടായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 200 പോയിന്റോടുകൂടി നിയോഡെയിൽ കാട്ടാക്കട 1ാം സ്ഥാനവും ഗുഡ് ഷെപ്പേർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 190 പോയിന്റോടുകൂടി 2ാം സ്ഥാനവും നേടി. HS അറബിക് വിഭാഗത്തിൽ ഗവൺമെന്റ് V&HSS പൂവച്ചൽ 90 പോയിന്റോടുകൂടി 1ാം സ്ഥാനവും ഗവൺമെന്റ് V&HSS പരുത്തിപ്പള്ളി 76 പോയിന്റോടുകൂടി 2ാം സ്ഥാനവും നേടി. HS സംസ്കൃതം വിഭാഗത്തിൽ 90 പോയിന്റോടുകൂടി ജനാർദ്ദനപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഒറ്റശേഖരമംഗലം 1ാം സ്ഥാനവും 51 പോയിന്റോടുകൂടി KPM HS കൃഷ്ണപുരം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. HSS ജനറൽ വിഭാഗത്തിൽ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പേയാട് 218 പോയിന്റോടുകൂടി 1ാം സ്ഥാനവും ജനാർദ്ദനപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഒറ്റശേഖരമംഗലം 192 പോയിന്റോടുകൂടി 2ാം സ്ഥാനവും പങ്കിട്ടു. ജനറൽ വിഭാഗത്തിൽ 422 പോയിന്റോടുകൂടി ജനാർദ്ദനപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. അതിൻ്റെ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് 353 പോയിന്റോടുകൂടി ഗവൺമെന്റ് ഗേൾസ് HSS മലയങ്കീഴും 352 പോയിന്റോടുകൂടി 1 മാർക്കിന്റെ വ്യത്യാസത്തിൽ 3ാം സ്ഥാനം പങ്കിട്ടത് സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പേയാടുമാണ്. ഇതുവരെ നടന്ന എല്ലാ മത്സരങ്ങളുടെയും വിധി നിർണയം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മികച്ച രീതിയിലാക്കാൻ പ്രോഗ്രാം കമ്മിറ്റിയും അതോടൊപ്പം സ്കൂളിന് ഇതിനു വേണ്ടി വിവിധ കമ്മിറ്റികൾ നിർവഹിച്ച പങ്കും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് പബ്ലിസിറ്റി കമ്മിറ്റി ഏറ്റെടുത്ത ഞങ്ങളുടെ കമ്മിറ്റിയോട് മാധ്യമ സുഹൃത്തുക്കൾ നല്ല രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. ആദ്യാവസാനം മുതൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാ വേദികളിലും മത്സരങ്ങളുടെ നിറം കെടാതെ തന്നെ അവർ അതിൻ്റെ തനിമ ഒപ്പിയെടുക്കുകയും ചെയ്തു. ഉദ്ഘാടന സമ്മേളനം മുതൽ സമാപന സമ്മേളനം വരെ ഞങ്ങളോടൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ കലോത്സവ മാമാങ്കത്തിന് തിരശീല കുറിച്ചു. അതിന് എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദേശവാർത്തകൾ വിരൽ തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. Facebook, Insta ഫോളോ ചെയ്യൂ.